Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് റോൾസ് വിത്ത് ക്രീം ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. നിങ്ങൾക്ക് കാണാം, നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ മാരി ബിസ്ക്കറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഇതൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. വെയിറ്റ് ഇതിനെ നോക്കാൻ ഒരു 75 ഗ്രാം ആണ് വെയിറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ്സ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് ഇടാം നമുക്ക്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി. ഇത് നമുക്കിനി ഒന്ന് പൗഡർ ആക്കിയിട്ട് വരാം. നമ്മുടെ ബിസ്ക്കറ്റ് ഇപ്പോൾ നമ്മൾ നന്നായി പൗഡർ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/8 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതും കൂടി നമുക്ക് ഇനി മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി പൗഡർ ആക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്നും കൂടി നൈസായി പൗഡറായി വന്നോളും. പിന്നെ നമ്മുടെ ഷുഗറും ഒന്ന് പൗഡറായി കിട്ടും. അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൗഡർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വന്ന ബട്ടർ 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കോഫി പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കൊക്കോ പൗഡറാണ് വേണമെന്ന് വെച്ചാൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കോഫി പൗഡറാണ് ഫ്ലേവർ ഇഷ്ടമുള്ളത്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. 2 സ്പൂൺ യൂസ് ചെയ്താൽ മതി. ഇതും കൂടി നന്നായിട്ടൊന്നും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് 1/8 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു ഡോ പോലെ ആക്കിയെടുക്കണം. 1/8 കപ്പ് ഫുൾ എടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ആവശ്യം അനുസരിച്ച് മാത്രം എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ബട്ടറിൻ്റെ വെറ്റ്നെസ്സൊക്കെ ഉള്ള കാരണം ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് എങ്ങനെ റെഡിയാക്കണമെന്ന് കാണാം. ഇപ്പം നമ്മൾ ഒരു പാന് എടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് മിക്സിങ് ചെയ്യാണ്ട്. അതിന് വേണ്ടി നമ്മൾ ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡർ ഇടാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് മേത് വെക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസ്മേക്ക് വെക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരണം. ആ ലിക്വിഡൊക്കെ പോയതിന് ശേഷം അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് കണ്ടോ, ഒരു ബോൾ പോലെ ഇങ്ങനെ ഒട്ടി വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി പാനിൻ്റെ ചൂടിൽ തന്നെ കിടന്നത് ആയിക്കോളും, റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു ബട്ടർ പേപ്പർ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് തീരെ ഒട്ടാണ്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ക്രീം ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിങ്ങനെ തിരിച്ചിട്ട്
ഇത് ഫോൾഡ് ചെയ്യുക. ഇതിങ്ങനെ നീളത്തിലാണ് റോൾ ചെയ്ത് വരേണ്ടത് കേട്ടോ. ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് റോൾ ചെയ്തുകൊണ്ട് വരാം. റോൾ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇങ്ങോട്ട് എടുക്കാം, പിന്നെ ഒന്നും കൂടി റോൾ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ഇങ്ങനെ ബട്ടർ പേപ്പറും എടുത്തുകൊണ്ടിരിക്കുക റോൾ ചെയ്ത്. അപ്പം ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ളതായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇത് ഈ ബട്ടർ പേപ്പറിൽ തന്നെ റോൾ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 1/2 hour വേണ്ടിയിട്ട് വെക്കാം. നന്നായി ടൈറ്റായിട്ട് റോൾ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ 1/2 hour വേണ്ടിയിട്ട് വെക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം, നമ്മളൊരു 1/2 hour ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഇതൊന്ന് തുറക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ റോൾസ് എല്ലാം റെഡി ആയിട്ട് നല്ല എളുപ്പത്തിൽ റെഡി ആവില്ലേ. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.